പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തിൻ്റെ ബലിഷ്ഠമായ അടിത്തറകളിൽ ഒന്നാമത്തതായി തൗഹീദിനെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ ബാക്കി കുറച്ചും കൂടി വിശദീകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അനുബന്ധമായി സംസാരിക്കണം. രണ്ടാമത്തെ അതിൻ്റെ ബലിഷ്ഠമായ അടിത്തറ എന്ന് പറയുന്നത് പ്രവാചകന്മാരിലുള്ള വിശ്വാസം, നുബൂവത്തിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് ആവശ്യമായ വെളിച്ചം, ഹിദായത്ത് നൽകിയിരിക്കുന്നു. ഈ ഹിദായത്ത് നൽകുവാനുള്ള അധികാരവും അറിവും കഴിവും അവന് മാത്രമേ ഉള്ളൂ എന്നതാണ് ഞാൻ അവസാനം നിങ്ങളോട് സൂചിപ്പിച്ചത്. അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും മനുഷ്യർ എങ്ങനെ ചെയ്യണം എന്ന് പറയാനുള്ള അധികാരമില്ല. കാരണം അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് ഉടമസ്ഥൻ, മാലിക്കുൽ മുൽക്ക്. അവൻ ഉടമസ്ഥനാണ്, സൃഷ്ടാവാണ്, നിയന്താവാണ്. അതുകൊണ്ട് അവന് മാത്രമേ നാം എന്ത് ചെയ്യണം പറയാനുള്ള പരമാധികാരമുള്ളൂ. അലാ ലഹുൽ ഹുക്ം, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതിനുള്ള അറിവും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ അറിവ് വളരെ പരിമിതമാണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് അവന് കണ്ടെത്താൻ കഴിയില്ല. അത് ലംഘിക്കുന്നവരെ കൈകാര്യം ചെയ്യാനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഒരു നിയമം നൽകുന്നവൻ ആ നിയമലംഘകനെ കൈകാര്യം ചെയ്യുവാനും നിയമം പാലിക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കുവാനുമുള്ള കരുത്തുണ്ടാകും. നിയമം പാലിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കാനോ നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കാനോ കഴിവില്ലാത്ത ഒരാൾ നിയമം പുറപ്പെടുവിക്കുന്നതിന് അർത്ഥമില്ല. അങ്ങനെയുള്ള സമഗ്രമായ ഒരു നിയമം അള്ളാഹു മനുഷ്യരാശിക്ക് നൽകാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് മനുഷ്യരിൽ നിന്നും പ്രവാചകന്മാരെയാണ്. ഞാൻ നേരത്തെ ഇവിടെ ഓതി ആയത്ത് അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുല, മലക്കുകളിൽ നിന്നും അള്ളാഹു പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു. ഒമിനന്നാസ്, മനുഷ്യരിൽ നിന്നും. ഇന്നല്ലാഹു സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നതുമാണ്. അപ്പൊ ഈ മലക്കുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ എന്ന് നമുക്കല്ല, ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്ന മുഴുവൻ മലക്കുകളിൽ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വഴി അള്ളാഹു നിർവഹിക്കുന്ന കാര്യങ്ങളാണ്. തൗഹീദിന്റെ ഈ പറയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അള്ളാഹു ഏത് ഡയറക്റ്റ് നിർവഹിക്കുന്നു, ഏത് മലക്കുകൾ വഴി നിർവഹിക്കുന്നു, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതിൽ നമ്മൾ തർക്കിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹു നേർക്കുനേരെ നിർവഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അള്ളാഹു മലക്കുകളെ ഉത്തരവാദിത്തപ്പെടുത്തി ഡെപ്യൂട്ടി നിർവഹിക്കുന്ന, ഉദാഹരണത്തിന് അസ്രായീൽ, റൂഹ് അള്ളാഹു എടുക്കുന്നത് നേർക്കുനേരെ ചെയ്യാവുന്നതൊക്കെ ചെയ്യും. പക്ഷെ അള്ളാഹു അതിന് അസ്രായീൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുല, അള്ളാഹു മലക്കുകളിൽ നിന്നും റസൂലുകളെ, പ്രതിനിധികളെ തെരഞ്ഞെടുക്കും. ഒമിനന്നാസ്, മനുഷ്യരിൽ നിന്നും പ്രതികളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കാനല്ല. മലക്കുകൾ എന്ത് കാര്യമാണോ നിർവഹിക്കുന്നത് അത് നിർവഹിക്കാൻ വേണ്ടിയല്ല. അത് നിർവഹിക്കാനുള്ള യാതൊരു കഴിവും അധികാരവും ഈ മനുഷ്യരിലെ റസൂലിന് അള്ളാഹു നൽകിയിട്ടില്ല. അത് അള്ളാഹുവിന്റെ ഹിദായത്ത്, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ, അതിന്റെ എണ്ണം എത്രയാണ് എന്ന് കൃത്യമായി നമുക്കറിയില്ലെങ്കിൽ ചില ഹദീസുകളിൽ 1,24,000 എന്ന് പറയുന്നുണ്ട്. അത് ബുഖാരി മുസ്ലിമിൽ വന്ന ഹദീസുകൾ അല്ല എന്നാണ് എന്റെ ധാരണ. അത്രയും അല്ലാത്ത ഹദീസ് എന്തെങ്കിലും വന്നിരിക്കുന്ന 1,24,000 എന്ന ഒരു കണക്ക്, അത് കൃത്യമായി കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഒരുപാട് പണ്ഡിതന്മാർ ആ കണക്കാണ് പറയാൻ വേണ്ടി പറയുന്നത്. അത് നമ്മൾ കണക്ക് പറയാൻ വേണ്ടി ഏറെക്കുറെ പറയുന്നത് കൂട്ടിയാൽ മതി. വിശുദ്ധ ഖുർആനിൽ 25 പേര് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ 25 പേരുടെ കഥ മാത്രമേ ഖുർആൻ പറയുന്നുള്ളൂ, ചരിത്രപാത്രം. ആദം നബി അലൈഹി സ്വലാം മുതൽ നൂഹ് നബി അലൈഹി സ്വലാം വരെയുള്ള പ്രവാചകന്മാരെ പറ്റി പറയപ്പെടുന്നത് പ്രമുഖമായ പ്രബലമായ അഭിപ്രായം വെറും 3 ആളുകളാണ്. ആദം നബി അലൈഹി സ്വലാം, ഷീസ് നബി അലൈഹി സ്വലാം, ഇദ്രീസ് നബി അലൈഹി സ്വലാം. 4-ാമത്തെ ആൾ നൂഹ് നബി അലൈഹി സ്വലാമാണ്. വേറെ ചില പേരുകളൊക്കെ പറയുന്നത് പ്രബലമായ യാതൊരുവിധ പ്രാമാണികമായ തെളിവുകളുള്ളത് ആദം നബി അലൈഹി സ്വലാം കഴിഞ്ഞാൽ ഷീസ് നബി, ഇദ്രീസ് നബി, അത് കഴിഞ്ഞാൽ നൂഹ് നബിയാണ്. നൂഹ് നബിയോട് കൂടിയാണ് മഹാപ്രളയം. പിന്നീട് ഖുർആൻ പറയുന്നു നൂഹിനോടൊപ്പം കപ്പലിൽ കയറിയവരുടെ സന്താന പരമ്പരയാണ് പിന്നീടുള്ള മനുഷ്യരാശി എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തുടങ്ങുന്നത്. പിന്നീടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് ശേഷമാണ്
ഈ പറയപ്പെട്ട മുഴുവൻ പ്രവാചകന്മാരും മൂസാ നബി, ഈസാ നബി, ദാവൂദ് നബി, സുലൈമാൻ നബി, ലൂത്ത് നബി, ഇല്യാസ് നബി, ഹാറൂൻ നബി, യൂനുസ് നബി, സാലിഹ് നബി, സക്കരിയ നബി, ഈ പറയപ്പെട്ട പ്രവാചകന്മാർ മുഴുവനും എന്ന് ഇബ്രാഹിം നബിക്ക് ശേഷമാണ്. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ കണ്ണിയാണ്. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ നൂഹ് നബി അലൈഹി ഇസ്ലാം വരെയുള്ള കാലഘട്ടം പല പണ്ഡിതന്മാരും പല രൂപത്തിലാണ് പറയുന്നത്. പ്രവാചകന്റെ ഒരു ഹദീസിൽ, അതും ബുഖാരി മുസ്ലിം ദർജ ഹദീസല്ല, ഒരു ഹദീസിൽ എന്ന് വെച്ചാൽ ഇത് അങ്ങനെ തന്നെ 100% വിശ്വസിച്ചുകൊള്ളണമെന്നില്ല എന്ന കാഴ്ചപ്പാടിൽ ഞാൻ പറയാം. ബുഖാരി മുസ്ലിം ചില ഹദീസുകൾ വിശ്വസിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലുമല്ല, ഖണ്ഡിതമായ ഒരു കാര്യമല്ല എന്നാണ്. ഒരാൾ കുറച്ച് കൂട്ടി കുറച്ചു ഗവേഷണം കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അശറത്ത് ഖുറൂൻ 10 തലമുറ എന്നാണ് ആദം മുതൽ നൂഹ് നബി അലൈഹി ഇസ്ലാം വരെ തലമുറ 100 വർഷമായി കണക്കാക്കിയാൽ 1000 വർഷം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ബൈബിളിൽ കണക്കനുസരിച്ച് 1069 വർഷമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ലോകത്തിലെ ആധുനികരായ പല ഗവേഷകന്മാരും നിലവിൽ ലഭ്യമായ ചരിത്ര രേഖകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അത് 4000 വർഷം വരെ ആകാം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. കാരണം നൂഹ് നബി മാത്രം 950 വർഷം ജീവിച്ചു. നൂഹ് നബി 900 ജീവിച്ചിരുന്നു എന്നതുകൊണ്ട് 4000 വേണമെന്നൊന്നുമില്ല. കാരണം ആദം നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ട ഉടനെ നൂഹ് നബി അലൈഹി ഇസ്ലാം വരാം. ആ നൂഹ് നബി ഇസ്ലാം ഉള്ള കാലഘട്ടത്തിൽ തന്നെ വേറെ പ്രദേശങ്ങളിൽ ഷീത്തും ഇദ്രീസും ഒക്കെ വരാം. അതുകൊണ്ട് 1000 എന്ന് പറയുന്നത് വൈരുദ്ധ്യമൊന്നുമില്ല. നൂഹ് നബിക്ക് 950 വർഷം ഉണ്ടായിരുന്ന ഖുർആൻ തന്നെ പറയുന്നു, അൽഫ സനത്തിനില്ല 50 ആമ. 1000 വർഷം 50 വർഷം മൈനസ് 950 വർഷം. അപ്പൊ 1000 ആണെങ്കിൽ ആദം നബി അലൈഹി ഇസ്ലാം 50 വർഷം കൂടെ പോകുന്നു. വന്നുകൂടായികയൊന്നുമില്ല. അതിനൊന്നും വിരുദ്ധമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ചില ആധുനിക ഗവേഷകന്മാരായ വലിയ വലിയ മുഫസ്സിറുകൾ പറയുന്നത് ഏകദേശം 4000 വർഷം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ 4500 വർഷമാണ് കഴിഞ്ഞിരിക്കുന്നത്. 4000 ഹിജ്റ 3000 ഹിജ്റ 1500 4500 വർഷം. അങ്ങനെ 8500 9,000 വർഷത്തെ 9000 വർഷത്തെ ഒരു കണക്കാണ് പ്രമുഖരായ ഗവേഷകന്മാർ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇന്നേ വരെയുള്ളതിനെ പറ്റി പറയുന്നത്. 9000 വർഷം, 10,000 താഴെ, 4000 അവിടെയും 4500 ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ടാണ് ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു പ്രസംഗ ഭാഷയിൽ പറയാറുണ്ട്. അപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാം, ആദം നബി അലൈഹി ഇസ്ലാം മുതൽ നൂഹ് നബി അലൈഹി ഇസ്ലാം വരെയുള്ള കാലഘട്ടത്തിൽ വേദഗ്രന്ഥങ്ങളൊന്നും നൽകി നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രവാചകന്മാരെ പണ്ഡിതന്മാർ 3 കാറ്റഗറിയായി തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് നബിയാണ്. നബി എന്ന് വെച്ചാൽ ആ നബിക്ക് പ്രത്യേകമായ വേദഗ്രന്ഥമോ പ്രത്യേകമായ ഒരു നിർദ്ദേശമോ അദ്ദേഹത്തിന് മാത്രമായി നൽകപ്പെട്ടിട്ടില്ല. തൊട്ടു മുമ്പുള്ള നബി എന്ത് ചെയ്തോ അത് ഫോളോ ചെയ്യുക മാത്രം. പുതിയതായി യാതൊരു നിർദ്ദേശവും അവർക്ക് ലഭിച്ചിട്ടില്ല. വഹി ലഭിച്ചിട്ടുണ്ടോ ഇല്ല അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും പുതിയ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. തൊട്ടു മുമ്പുള്ള പ്രവാചകനെ ഫോളോ ചെയ്യുക എന്ന് മാത്രം. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫോളോ ചെയ്യുക മാത്രമേ അദ്ദേഹത്തിന് പദ്ധതിയുള്ളൂ. അദ്ദേഹത്തിന് സ്വന്തമായി വഹി ലഭിച്ചതായി നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ല. അപ്പൊ നുബുവത്ത് മാത്രം. രണ്ടാമത്തെ റസൂൽ. റസൂൽ ചില വ്യക്തികൾക്ക് ഒന്നുകിൽ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വേദഗ്രന്ഥം അല്ലാത്ത രൂപത്തിൽ അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്. ഇതും ചില പണ്ഡിതന്മാർ പറയുന്നത് 300ഓളം ആളുകൾ എന്നാണ് പറയുന്നത്. അത്തരം മുർസലീകൾ 300, 313 ഏതാണ്ട് ബദരീങ്ങളുടെ കണക്ക് എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇത്രയും ആളുകൾ. ഇതൊക്കെ ഓരോ പണ്ഡിത അഭിപ്രായങ്ങളും ചില ഹദീസുകളുടെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, മൊത്തത്തിലൊരു പിക്ചർ കിട്ടാൻ വേണ്ടി. അപ്പൊ 300-ലധികം പ്രവാചകന്മാർ ഒന്നുകിൽ വേദഗ്രന്ഥം ലഭിച്ചവർ, അല്ലെങ്കിൽ സമാനമായ നിർദ്ദേശങ്ങൾ ലഭിച്ചവർ. അതിൽ നിന്നും അല്ലാഹു തആല 5 പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഉലുൽ അസ്ം ശറഅ ലക്കും മിനദ് ദീനി മാ വസാ ബിഹി നൂഹ് നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പ്രവാചകന്മാരിൽ 4 പേർക്ക് വേദഗ്രന്ഥം ലഭിച്ചവരാണ്. 4 പേർക്ക്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്ക് ചില ഏടുകളാണ്, ഷുഹഫാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് 4. ദാവൂദ് നബി അലൈഹി ഇസ്ലാം സബൂർ, മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത്, ഈസാ നബി അലൈഹി ഇസ്ലാം ഇൻജീൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ, സുഹഫ് ഇബ്രാഹിം വ മൂസ.
മൂസാ നബിക്ക് അലൈഹിസ്സലാം നൽകിയ തൗറാത്തിനോട് ചേർത്താണ് സുഹഫ് ഇബ്രാഹിം എന്ന് പറയുന്നത്. ഈ സുഹഫ് ഇബ്രാഹിം ഇന്ന് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയും പണ്ഡിതന്മാർ പറയുന്നത് അത് ഒന്നുകിൽ മാറ്റിത്തിരുത്തപ്പെട്ടു, അല്ലെങ്കിൽ ലോകത്ത് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അത് അതിന്റേതായ രൂപത്തിൽ നമുക്ക് ലഭ്യമല്ല. തൗറാത്തും ഇഞ്ചീലും ഏതോ അർത്ഥത്തിൽ അതിന്റെ മാറ്റിത്തിരുത്തപ്പെട്ട ഏതോ അർത്ഥത്തിലുള്ള ഒരു വേർഷൻ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. അങ്ങനെ പോലും സുഹഫ് ഇബ്രാഹിം നമ്മുടെ മുമ്പിലില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിക്ക് ചില വേർഡുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വ്യക്തമായ ഗ്രന്ഥം എന്ന് പറയുന്നത് 3 പ്രവാചകന്മാരൊക്കെയാണ്: മൂസ, ഈസ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3ഉം ഇബ്രാഹിം നബിയും നൂഹ് നബിയും ഉലുൽ അസ്മി മിനർ റുസുൽ, അവരാണ് ചരിത്രത്തിലെ നിർണായകമായ ദൗത്യം നിർവഹിച്ച പ്രവാചകന്മാർ. ഇനി രണ്ടാമത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകരുടെ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കത്തിന്റെ നിർദ്ദേശത്തിന്റെ വ്യാപ്തിയാണ്. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബുദ്ധിയും അതിന്റെ സാമൂഹികമായ വികാസവും ക്രമപ്രവൃത്തമായിട്ടാണ് നടന്നിട്ടുള്ളത്. ആദ്യ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ബുദ്ധി വേണ്ടത്ര വികസിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന്റെ സാമൂഹ്യ ജീവിതം വികസിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന്റെ നാഗരിക ജീവിതം വികസിച്ചിട്ടുണ്ടായിരുന്നില്ല, അവന്റെ സാംസ്കാരികമായ ആക്ടിവിറ്റീസ് വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വികസിക്കാത്ത കാലഘട്ടത്തിൽ അന്ന് ആവശ്യമുള്ള പരിമിതമായ നിർദ്ദേശങ്ങൾ മാത്രമാണ് അന്നത്തെ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയത്. അങ്ങനെ സമൂഹത്തിന്റെ വികാസം മുമ്പോട്ട് പോയി. ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും ആ വികസനത്തിനനുസരിച്ചുള്ള ദൈവികമായ നിർദ്ദേശങ്ങളും വികസിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യന്റെ ബുദ്ധിയുടെ വികാസം, അവന്റെ സാമൂഹിക വികാസം, അവന്റെ ചിന്താപരമായ കഴിവ്, അവന്റെ നാഗരിക വികാസത്തിനനുസരിച്ച് അല്ലാഹു അവന് നൽകിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങൾ ഒന്നുകിൽ വഹയിൽ കൂടിയുള്ള വേദഗ്രന്ഥമല്ലാത്ത നിർദ്ദേശങ്ങൾ, അല്ല വേദഗ്രന്ഥങ്ങളിൽ കൂടുതൽ അത് വികസിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ വികസിച്ച് മുമ്പോട്ട് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിലെത്തിയപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ സാമൂഹിക ജീവിതവും അവന്റെ നാഗരിക ജീവിതവും അവന്റെ സാംസ്കാരിക ജീവിതവും ഏറെക്കുറെ പുരോഗതിയുടെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനുഷ്യന്റെ നാഗരിക ബൗദ്ധികമായ പുരോഗതി പൂർണ്ണതയിലെത്തിയപ്പോഴാണ് അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിന്റെ നിയമത്തിന്റെ ഉള്ളടക്കവും പൂർണ്ണതയിലെത്തിയത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്ന് നിങ്ങളുടെ ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 വർഷം ദുബൂത്ത് കിട്ടിയ അന്ന് മുതൽ ഇറങ്ങിയ ദീൻ പൂർത്തിയായി എന്നല്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പൂർത്തിയായെന്ന് വെച്ചാൽ 40 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആയത്തിറങ്ങുന്നതിന് മുമ്പ് 40ാമത്തെ വയസ്സിൽ പ്രവാചകൻ നുബൂവത്ത് കിട്ടുമ്പോൾ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ എന്ന് തുടങ്ങുന്ന ആ ദീൻ പൂർണ്ണമായി എന്നല്ല. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ വമൻ തബിഅ ഹുദായ, ആദമേ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, നീ ഭൂമിയിലേക്ക് പോവുകയാണ്. ഭൂമിയിലേക്ക് പോകേണ്ടി വന്നതിന്റെ കാരണം നിനക്കറിയാം. അള്ളാഹുവിന്റെ കൽപ്പന നീ ധിക്കരിച്ചു, അള്ളാഹുവിന്റെ കൽപ്പന നീ മറന്നു, ധിക്കരിച്ചു എന്ന് പറയുന്നത് ശരിയോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ റസിയ ഖുർആൻ ഗവ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗവ എന്ന് വെച്ചാൽ വഴിതെറ്റിപ്പോയി എന്നാണ്. ഗവിയെ വഴിതെറ്റിപ്പോയി, നസിയാതെ മാതം മറന്നുപോയി എന്ന് പറയുന്നത്. അതുകൊണ്ട് ധിക്കരിച്ചു എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് മറവി പറ്റി, അദ്ദേഹത്തിന് വഴിതെറ്റി, നീ വഞ്ചനയിൽപ്പെട്ടു, ഇബ്ലീസിനെ പറ്റിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന നിനക്ക് ഗുണകരമല്ല ദോഷമാണെന്ന് ഇബ്ലീസിനോട് പഠിപ്പിച്ചു. നീ ഭക്ഷണം കഴിച്ചാൽ സ്വർഗത്തിൽ നിനക്ക് സ്ഥിരവാസം കിട്ടും, അല്ലെങ്കിൽ നീ മലക്കിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. നിന്നെ സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും അള്ളാഹുവിന് പുറത്താക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു നിന്നെ ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്നു. അതിൽ നിന്നും ആ ഭൂമിയിലേക്ക് അയക്കപ്പെടുക എന്ന ഗതികേടിൽ നിന്നും നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ പഴം കഴിക്കുക. പഴം എന്താ എന്നത് ഇപ്പോൾ ഞാൻ ചർച്ചയാക്കുന്നില്ല, വ്യത്യസ്തമായ അഭിപ്രായം, അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് അതിലേക്ക് പോയിട്ട് കാര്യമില്ല. ഷജറ, ഈ മരം, ഇത് നിനക്കറിയാമല്ലോ. എന്റെ കൽപ്പന നീ ഒരു നിമിഷം വ്യാമോഹം നിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ നീ കൽപ്പന മറന്നുപോയി. മനുഷ്യന് സംഭവിക്കുന്ന അടിസ്ഥാന പ്രശ്നമാണ്. ജീവിതത്തിന്റെ വ്യാമോഹങ്ങൾ വരുമ്പോൾ ശാശ്വതമായ കൽപ്പനകൾ മറന്നുപോകുന്നു. ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ വരുമ്പോൾ ശാശ്വതമായ മൂല്യങ്ങൾ മറന്നുപോകുന്നു. ഇതാണ് മനുഷ്യന്റെ പ്രശ്നം. അതുകൊണ്ട് ആദമേ, നീയും നിന്റെ ഭാര്യയും കൂടി ഭൂമിയിലേക്ക് പോകൂ. നിനക്ക് എന്റെ ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ
വലാ ഹും യഹ്സനൂൻ. അന്ന് മുതൽ തുടങ്ങിയതാണ്. അന്ന് ആദമിന് അല്ലാഹു തആല ആദ്യം കൊടുത്ത നിർദ്ദേശം മുതൽ ഈ ദീൻ തുടങ്ങുകയാണ്. ആ ദീൻ പൂർണ്ണമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 7000 വർഷങ്ങൾക്ക് ശേഷമാണ്. 7000 വർഷം. 4000 വർഷം അതിനു മുമ്പുള്ളതും പ്രവാചകനും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇടയിലുള്ള 3000 വർഷവും 7000 വർഷത്തിന്റെ ദീർഘമായ കാലഘട്ടമെടുത്ത് ആ 7000 വർഷത്തെ മനുഷ്യന്റെ ബൗദ്ധികവും നാഗരികവും സാംസ്കാരികവുമായ വികാസം മുഴുവൻ മുമ്പിൽ കണ്ടുകൊണ്ട് അതിനനുസൃതമായ ക്രമപ്രവൃത്തമായി അള്ളാഹു നിയമങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ലാ യുകല്ലിമുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു സമൂഹത്തിന് അല്ലാഹു തആല കഴിയാത്തത് കൽപ്പിക്കില്ല. ഇന്ന് നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നൂഹ് നബിക്ക് നൽകിയിരുന്നെങ്കിൽ അത് സാധ്യമാകുമായിരുന്നില്ല. ഈസാ നബി വലിയ അനുയായികൾക്ക് അതേ രൂപത്തിൽ മുഴുവൻ നൽകിയിരുന്നെങ്കിൽ സാധ്യമാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും എന്താണ് അവർക്ക് സാധ്യതയുള്ളത് അത് കണക്കാക്കിക്കൊണ്ട് അല്ലാഹു അതിനനുസരിച്ച് ആനുപാതികമായ വികാസത്തോടുകൂടി ആ നിയമം ഇങ്ങനെ വന്ന് സമൂഹത്തിന്റെ വളർച്ചയും നിയമത്തിന്റെ വളർച്ചയും ഒരേ രൂപത്തിലാണ്. ആ വളർച്ച ആവശ്യമായ ഘട്ടത്തിലെത്തി. ഇനി അനന്തമായ ഖിയാമത്ത് നാൾ വരെയുള്ള ശാശ്വതമായ നിയമം നൽകാം എന്ന അവസ്ഥ വന്നപ്പോഴാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യപ്രവാചകനായി ലോകത്തേക്ക് അയക്കുന്നത്. അതാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്ന് നിങ്ങളുടെ ദീൻ, അന്ന് തുടങ്ങിയ ദീൻ ഇന്നാണ് പൂർത്തിയായത്. ആദമിൽ കൂടി ഇറങ്ങിയ ഒന്നാമത്തെ വഹ്യ് അതിന്റെ അവസാനത്തെ പൂർത്തീകരണം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടിയാണ്. എന്തുകൊണ്ട് അല്ലാഹു തആല ഈ നിർദ്ദേശങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്? വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നാളെ നിങ്ങളെ വിസ്തരിക്കേണ്ടതുണ്ട്. നാളെ നിങ്ങളുടെ കർമ്മങ്ങളെ പറ്റി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കേണ്ടതുണ്ട്. രക്ഷിക്കേണ്ടവരെ രക്ഷിക്കേണ്ടതുണ്ട്. അത് രക്ഷയും ശിക്ഷയും നിങ്ങൾക്ക് നൽകണമെങ്കിൽ അതിനാവശ്യമായ നിയമം നൽകണം. വമാ കുന്നാ മുഅദ്ദിബീൻ ഹത്താ നബഅസ റസൂലാ. ഒരു റസൂലിനെ അയക്കുന്നത് വരെ നമ്മൾ ആരെയും ശിക്ഷിക്കില്ല. ഒരു റസൂലിനെ അയച്ച് എന്താണ് അല്ലാഹുവിന്റെ കൽപ്പന എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ നമ്മൾക്ക് ശിക്ഷിക്കുക എന്ന ന്യായമല്ല. അല്ലാഹു ആണെങ്കിൽ നീതിമാനാണ്. അത് അന്യായമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർക്ക്. എന്ത് ശരി എന്ന് തെറ്റെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കൗമിനെ ശരിയുടെയും തെറ്റിന്റെയും പേരും ശിക്ഷിക്കാൻ നമുക്ക് കഴിയുമോ സുഹൃത്തുക്കളെ? ലൗലാ അർസൽത ഇലാ റസൂലൻ ഫനത്തബിഅ ആയാതിക മിൻ ഖബൽ. ഖുർആനിൽ പറയുന്നു, അല്ലെങ്കിൽ നാളെ ഒരുപക്ഷെ നിങ്ങൾ വന്ന് പറയും ലൗലാ അർസൽത ഇലൈനാ റസൂലാ, അല്ലാഹുവേ എന്തുകൊണ്ട് നീ ഒരു റസൂലിനെ അയച്ചു തന്നില്ല? ഫനത്തബിഅ മിൻ ഖബൽ, പണ്ടേ ഞങ്ങൾ പിൻപറ്റുമായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ. നമ്മൾ വല്ലതും പറയാം, നീ എന്തുകൊണ്ട് 2 ദിവസം മുമ്പേ പറഞ്ഞില്ല, പറഞ്ഞാലും തരില്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് പറഞ്ഞുകൂടായിരുന്നു, ഇന്നലെ പറഞ്ഞുകൂടായിരുന്നു, കടം വാങ്ങിയ ആൾ പറയാറില്ലേ, 2 ദിവസം പറഞ്ഞുകൂടായിരുന്നു, പിന്നെയാന്ന് പറഞ്ഞുകൂടായിരുന്നു, രാവിലെ പറഞ്ഞുകൂടായിരുന്നു. ഒരു കൊല്ലം മുമ്പ് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. പക്ഷേ പറയാനുള്ള ന്യായമാണ്. ലൗലാ അർസൽത ഇലൈനാ റസൂലാ, അല്ലാഹുവേ നീ ഒരു റസൂലിനെ അയച്ചിരുന്നെങ്കിൽ നിന്റെ കൽപ്പനകൾ അനുസരിക്കുമായിരുന്നു. ഖുർആനിന്റെ പറഞ്ഞ മറുപടി റസൂൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഹുജ്ജത്ത് അവസാനിച്ചു എന്നാണ്. ഹുജ്ജത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ ന്യായം പറയാനുള്ള അവസരം നഷ്ടപ്പെട്ടു. അതാണ് ഹുജ്ജത്ത് പൂർത്തിയാക്കുക എന്നുള്ള പ്രയോഗം സാധാരണ പറയാറുണ്ട്. ഹുജ്ജത്ത് പൂർത്തിയാക്കുക. എന്താ ഹുജ്ജത്ത് പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ നമുക്കുള്ള എല്ലാ ന്യായങ്ങളും പറഞ്ഞ് നമ്മളുടെ ഭാഗം 100% ശരിയെന്ന് മറുകക്ഷി ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഹുജ്ജത്ത് പൂർത്തിയാകുക. ഹുജ്ജത്ത് പൂർത്തിയാകുക. നമ്മൾ പറയാൻ അക്മൽത്തിലക്കും ദീനക്കും എന്ന ആയത്ത് ഇറങ്ങിയതോടുകൂടി റസൂലിന്റെ ഹുജ്ജത്ത് പൂർത്തിയായി. ഇതിന്റെ റസൂലൊന്നും പറയേണ്ടതില്ല. അക്മൽത്തിലക്കും ദീനക്കും അത്മംതുഅലൈക്കും നിഅമതി വറദിയതുൽ ഇസ്ലാമു ദീനാ. അപ്പൊ നാളെ അല്ലാഹുവിന്റെ നിങ്ങളുടെ ഹുജ്ജത്ത് പൂർത്തിയാക്കാൻ വേണ്ടി ഒരാൾക്ക് പോലും അല്ലാഹുവേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയാനുള്ള അവസരം ഉണ്ടാകരുത്. ഇത്രയും കൃത്യമായി മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ ഈ ലോകത്തവരുടെ ജീവിതം ഭദ്രമാകണം. നാളെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ കഴിയണം. ഈ ലോകത്തവന്റെ ജീവിതം ശരിയായി മുമ്പോട്ട് പോകണം, സമാധാനത്തിൽ മുമ്പോട്ട് പോകണം. നാളെ പരലോകത്ത് അവനെ വിസ്തരിക്കാൻ കഴിയണം. കോടതിയിൽ വിസ്തരിക്കണമെങ്കിൽ നിയമം വേണം. പോലീസിന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിയമം വേണം. നിയമമില്ലാതെ ശരിയും തെറ്റും തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രവാചകന്മാരെ അയച്ചു. ഈ പ്രവാചകന്മാരെ അയച്ചപ്പോൾ അല്ലാഹു റസൂലുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ ആയത്തുണ്ട്. ഈ പ്രവാചകന്മാർ മുഴുവൻ വന്ന ഒന്നാമതെല്ലാവരും മനുഷ്യന്മാരായിരുന്നു. ഇവർ മലക്കുകളല്ല, ജിന്നുകളല്ല, അതിമാനുഷ്യന്മാരല്ല. ഇവർ മലക്കുകളുമല്ല,
ജിന്നുകളുമല്ല, അതിമാനുഷ്യന്മാരുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി വിശുദ്ധ ഖുർആനിലെ ഒരു അത്ഭുതം. നീ എന്താ അല്ലാഹുവേ, നീ ഒരു മനുഷ്യനെയാണ് റസൂലായി അയച്ചിരിക്കുന്നത്? അവർ ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു. ഇതേ ഒരു മനുഷ്യനല്ലേ ഞങ്ങളെപ്പോലെ? ഇത്രയും വലിയ ദൗത്യത്തിന്റെ ഇതെന്തൊ റസൂലാണ്? ഈ റസൂൽ ഭക്ഷണം കഴിക്കുന്നു. റസൂലാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആവശ്യമില്ല, അല്ലാതെ വിശപ്പ് മാറുമല്ലോ. ഒരു ചിന്തയാണ്. ഇന്ന് പല ആത്മീയ നേതാക്കന്മാരെ പറ്റി, വിശുദ്ധന്മാരെ പറ്റിയൊക്കെ ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക കാഴ്ചയുള്ള. അവർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റസൂൽ ഭക്ഷണം കഴിക്കുന്നു. ഇത്രയും വലിയ അല്ലാഹു റസൂലാണെങ്കിൽ വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കേണ്ട കാര്യമുണ്ടോ? എന്തിന് ഭക്ഷണം കഴിക്കുന്നു? സാധാരണക്കാരെ പല മാർക്കറ്റിൽ കറങ്ങി നടക്കുകയാണ്. വിശുദ്ധ പുണ്യാളന്മാർ ആശ്രമത്തിൽ പോയിരിക്കേണ്ടവരല്ലേ? അവരുടെ മുമ്പിലുണ്ട് ജൂത പുരോഹിതന്മാർ, ക്രൈസ്തവ പുരോഹിതന്മാർ. അവരൊക്കെ ആശ്രമങ്ങൾ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ വിശുദ്ധന്മാരായിരുന്ന് ആളുകൾ അവിടേക്ക് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി, ആശീർവാദം വാങ്ങാൻ വേണ്ടി പോവുകയായിരുന്നു. ഇതൊക്കെ അവർ കണ്ടുകൊണ്ടാണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കേണ്ട മനുഷ്യനല്ലേ ഇയാള്? ഇത് ഇന്നും ആളുകൾ വലിയ വലിയ പണ്ഡിതന്മാർക്ക് കാഴ്ചപ്പാടുണ്ട്. നമ്മളിങ്ങനെ ഒട്ടുകൂടി ഇറങ്ങി നടക്കാൻ പാടില്ല, നമ്മളിങ്ങനെ തെരുവീക്കിൽ പോകാൻ പാടില്ല, ഞങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങി സജീവമായി ഒട്ടുകൂടി പോകാൻ പാടില്ല. പോയാൽ നമ്മുടെയൊക്കെ റെസ്പെക്റ്റും വിലയും കുറഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്ന ആൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ ഖുർആൻ പറയുന്നു മാർക്കറ്റിൽ നടക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നു. ഖുർആൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാത്ത, മാർക്കറ്റിൽ സഞ്ചരിക്കാത്ത ഒരു നബിയെയും നമ്മൾ ഈ ലോകത്തിൽ അയച്ചിട്ടില്ല. നമ്മൾ ലോകത്തിൽ ഒറ്റ നബിയും അയച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കാത്ത, മാർക്കറ്റിൽ നടക്കാത്ത ഒരു പ്രവാചകനെയും ഈ ലോകത്ത് നമ്മൾ അയച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കേണ്ടതില്ലാത്ത ഒരു ശരീരം ലോകത്തുള്ള ഒരു പ്രവാചകൻ നമ്മൾ നൽകിയിട്ടില്ല. അവർക്കാർക്കും ഒരു ശരീരം ഞാൻ നൽകിയിട്ടില്ല. ഭക്ഷണം കഴിക്കേണ്ടതില്ലാത്ത ഒരു ശരീരം നൽകിയ ഒരു പ്രവാചകനും ഈ ലോകത്തില്ല. മരണമില്ലാത്ത ഒരു പ്രവാചകനും ഈ ലോകത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവർ അതിമാനുഷ്യരല്ല, ഇവർ പ്രതീക്ഷിക്കുന്ന അതിമാനുഷ്യരെയാണ്, വിശുദ്ധ പുണ്യാളന്മാരെയാണ്, ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറുന്നവരെയാണ്, മാർക്കറ്റിൽ കറങ്ങി നടക്കാത്ത, ആശ്രമങ്ങളിൽ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആളുകളെയാണ്. കാരണം അന്നുണ്ടായിരുന്നു ക്രൈസ്തവ ജൂത പുരോഹിതന്മാരും സന്യാസിമാരും റാഹിബുകളും ഒക്കെ അന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടാണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞ അങ്ങനെ നമ്മൾ നൽകിയിട്ടില്ല. വീണ്ടും അവർ പറയുകയാണ്, എങ്കിൽ എന്തുകൊണ്ട് മനുഷ്യന്മാരായിക്കൊള്ളട്ടെ? അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ ഒരു മലക്കിനെ അയച്ചുകൂടായിരുന്നോ ഈ നബിയുടെ കൂടെ? ലൗലാ ഉൻസില അലൈഹി മലക്കുൻ, ഈ സാധുവായ മനുഷ്യന്റെ കൂടെ ഒരു മലക്കിനെ അയച്ചുകൂടായിരുന്നോ? ഫയകൂന മഅഹു നദീറ, അദ്ദേഹവും ആ മലക്കിന്റെ കൂടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നല്ലോ, ഒരു സപ്പോർട്ടായിട്ട്. ഒരു മലക്കിനെ കൂടെ അയക്കുക, ഒരു എസ്കോർട്ടായിട്ട്. ആ മലക്ക് സപ്പോർട്ട് ചെയ്യില്ലേ? അതിന് ഖുർആൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വലൗ അൻസൽനാ മലക്കൻ, മുഹമ്മദ് നബിയുടെ കൂടെ ഒരു മലക്കിനെ നമ്മൾ അയച്ചിരുന്നുവെങ്കിൽ ലഖുദിയൽ അംറു ബൈനി വബൈനഹും, നമ്മൾ തമ്മിൽ, ഞാനും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആ നിമിഷം അവസാനിക്കും. കാരണം മലക്കാട് അവിടെ ഉള്ളത്. മലക്കാട് കൂടെ വന്നാൽ പിന്നെ നബിയെ ആട്ടിപ്പായിക്കുന്ന മാതിരി പായിക്കാൻ കഴിയില്ല, നബിയെ ചീത്ത പറയുന്ന മാതിരി ചീത്ത പറയാൻ കഴിയില്ല, നബിയെ ആക്ഷേപിക്കുന്ന മാതിരി ആക്ഷേപിക്കാൻ കഴിയില്ല, നബിയെ പുറത്താക്കിയ മാതിരി പുറത്താക്കാൻ കഴിയില്ല, നബിയെ ബഹിഷ്കരിക്കാൻ കഴിയില്ല. കാരണം മലക്കാണ്. സഡൻ തീരുമാനമാകും. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് സാവകാശം കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മാറി ചിന്തിക്കാനും നന്നാകാനും അവസരമുണ്ടാകാൻ വേണ്ടി, പ്രവാചകനെ എത്ര ഉപദ്രവിച്ചാലും ഉടൻ നിങ്ങൾക്ക് ശിക്ഷ വരാതിരിക്കാൻ വേണ്ടിയാണ് മലക്കിനെ അയക്കാതിരുന്നത്. ഞാനും ബൈനി എന്ന് വെച്ചാൽ അല്ലാഹു, ഞാനും അവരും തമ്മിലുള്ള ഈ പ്രശ്നം എന്നേ തീരുമാനമായി പോയേനെ. വേറെ ഭാഗത്ത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ധൃതി വെച്ച് ചോദിക്കുന്ന ഈ ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയും എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ലഖുദിയൽ അംറു, പ്രശ്നം വന്ന് തന്നെ തീരുമാനമായി പോയേനെ. അപ്പൊ അതുകൊണ്ട് മലക്കിനെ എന്തുകൊണ്ട് കൂടെ അയച്ചില്ല എന്ന് ചോദിക്കുന്നു. വീണ്ടും അല്ലാഹു പറയുന്നു, ലൗകാന ഫിൽ മലായികത്തി മലായികത്തുൻ,
ഭൂമിയിൽ മലക്കുകളായിരുന്നു യംശൂന മുത്മഇന്നീന, നിങ്ങളല്ല ലോകത്ത് ജീവിക്കുന്നത് ശാന്തമായ മലക്കുകളായിരുന്നുവെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ്സമാഇ മലക്കൻ റസൂലാ, അവരിലേക്ക് നമ്മൾ മലക്കിനെ നബിയായി അയച്ചേനെ. ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ, ഈ ലോകത്ത് ജീവിക്കുന്നവർ ശാന്തമായ മലക്കുകളായിരുന്നുവെങ്കിൽ ആ മലക്കുകൾ നമ്മൾ അയച്ചേനെ. പക്ഷെ മലക്കുകളല്ല, മനുഷ്യരെല്ലാവരും ശാസ്ത്രീയമായി മറുപടി കൊടുക്കുകയാണ്. എന്തുകൊണ്ട് മലക്കിനെ അയച്ചില്ല? എന്തുകൊണ്ട് മലക്കിനെ കൂടെ അയച്ചില്ല? എന്തുകൊണ്ട് മലക്കിനെ നബിയായി അയച്ചുകൂടായിരുന്നു? ഇവിടെ മലക്കുകളല്ല ജീവിക്കുന്നത്, മനുഷ്യന്മാരാണ്. മലക്ക് കൂടെ വന്നാൽ നിങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് തീരുമാനമോ വലിയ നാശമാണത്. സഡനായി അള്ളാഹുവിന്റെ ആക്ഷൻ ഉണ്ടാകും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സമയം ഉണ്ടാവുകയില്ല. മാത്രമല്ല വീണ്ടും അല്ലാഹു പറയുന്നു വലൗ ജഅൽനാഹു മലക്കൻ, ഇനി ഒരു മലക്കിനെ നബിയായി അയച്ചാൽ അപ്പോഴും ഞാൻ എങ്ങനെയായിരുന്നു ജഅൽനാഹു റജുല, ഒരു മനുഷ്യന്റെ കോലത്തിലേ അയക്കാൻ പറ്റുള്ളൂ. മലക്കിന്റെ കോലത്തിൽ വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇന്നഹു യറാകും ഹുവ ഖബീലുഹു മിൻ ഹൈദു ലാ തറൗനഹും, നിങ്ങൾക്ക് അവരൊക്കെ ജിന്നിനെ പോലും നിങ്ങൾക്ക് കാണാനില്ല, പിന്നെ മലക്കുകളെ എങ്ങനെയാണ് കാണുക? അപ്പോൾ നമ്മൾ മലക്കിനെ ഒരു മനുഷ്യന്റെ കോലത്തിൽ അയക്കേണ്ടി വരും. അപ്പോഴും ഈ തർക്കം അപ്പോഴും ഉണ്ടാകും, ഇയാൾ മനുഷ്യനാണോ മലക്കാണോ എന്നുള്ള തർക്കം. അപ്പൊ എന്താ ചെയ്യുക? ഇപ്പോൾ അവർക്കുള്ള ആശയക്കുഴപ്പം അന്നുണ്ടാവും. ഒരു മലക്ക് വന്നിട്ട് പറയാണ് ഞാൻ മലക്കാണ്, പക്ഷെ എന്നെ മനുഷ്യരൂപത്തിൽ അയച്ചിരിക്കുകയാണ്. എന്താ തെളിവ്? നിങ്ങൾ എങ്ങനെ അംഗീകരിക്കുന്നത് മനുഷ്യനാണോ മലക്കാണോ എന്ന്? അപ്പൊ മലക്കിനെ അയച്ചാലും മനുഷ്യരൂപത്തിൽ അയക്കാൻ പറ്റൂ. അയച്ചാൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറില്ല. മലക്കിന്റെ കോലത്തിൽ അയച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മലക്കിനെ നബിയുടെ കൂടെ അയച്ചാൽ പ്രശ്നം പെട്ടെന്ന് തീരുമാനമായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എത്ര ശാസ്ത്രീയമായിട്ട് അള്ളാഹുലേക്ക് മകളാഹുദ് പോയി പറയാമെന്ന് പറയാമല്ലോ, ഇത് എന്റെ സൗകര്യമാണെന്ന് പറയാമല്ലോ, എന്റെ ഇഷ്ടമാണെന്ന് പറയാമല്ലോ. അങ്ങനെയല്ല അള്ളാഹുദ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഓരോ ചോദ്യത്തിനും വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി അവരോട് പറയാം. അതങ്ങനെയായി. പിന്നെ ഒരു വലിയ സംഭവിച്ചു, മനുഷ്യരെ തന്നെ അയക്കുക, മലക്കിനെ അയച്ചില്ല, ജിന്നിനെ അയച്ചില്ല, ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എങ്കിലും എന്തെങ്കിലും ഒരു അത്ഭുതകരമായ ഒരു കഴിവ് നൽകി അയച്ചുകൂടായിരുന്നോ? ഒരു മോചിതത്ത്, ഒരു അമാനുഷികമായ കഴിവ്. എന്നാൽ ഇയാൾ ഭൂമിയിൽ നിന്നും ഒരു അരുവിയെ പൊട്ടിമുളപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് കൊടുത്തുകൂടായിരുന്നോ? ഈ അരുവിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി മൂസാനബി അറിയിച്ചപ്പോൾ അരുവി പൊട്ടി വളർന്നു വന്നതുമാതിരി ഒരു മോചിതത്തിന് കൊടുത്തുകൂടായിരുന്നോ? ഔ തഖൂനക ജന്നത്തുൻ മിൻ നഖീലിൻ വഅനബിൻ, അല്ലെങ്കിൽ വലിയ ഒരു ഈത്തപ്പഴത്തോട്ടവും മുന്തിരിത്തോട്ടവും അദ്ദേഹത്തിന് നൽകി അതിന്റെ ഇടയിൽ കൂടി മനോഹരമായ അരുവി ഒഴുകുന്ന ഒരു വലിയ കർഷക പ്രമാണിയെ അദ്ദേഹത്തെ മാറ്റിക്കൂടായിരുന്നോ? ഔ തുസ്കിത സമാ കിസഫൻ, അല്ലെങ്കിൽ ഈ മുഹമ്മദ് നബി വീഴ്ചപ്പെടുത്തുവാൻ ആകാശത്തിന്റെ കഷണം കൊണ്ട് താഴത്തേക്ക് മുറിച്ചു കൊണ്ടുവന്നുകൂടായിരുന്നോ? ഒരു കഷണം ആകാശം കൊണ്ട് കൊണ്ടുവരിക. ഔ തുസ്കിത സമാ, ആകാശത്തിന്റെ കഷണം കൊണ്ട് കിസഫൻ. ഔ തൽക്കാവിസമായി, അല്ലെങ്കിൽ ഈ നബിക്ക് നമ്മൾ കയറിപ്പോയി കൂടെ മുകളിലേക്ക്. ഇത്രയും വലിയ പിടിയുള്ള ആളാണെങ്കിൽ കയറിപ്പോയാൽ മാത്രം പോരാ. ഞങ്ങൾ ഓതാൻ പറ്റുന്ന ഒരു ഖുർആനും കൂടി കൊണ്ടുവരണം. ഔ യഖുലക ബൈത്തുൻ മിൻ സുഖ്റുഫിൻ, അല്ലെങ്കിൽ ഒരു മരനകത്തിന്റെ ഒരു വീട് ഉണ്ടായിക്കൂടായിരുന്നോ? ഔ തൗകിയ ബില്ലാഹി വൽ മലായികതി ഖബീല, അല്ലെങ്കിൽ അല്ലാഹുവിനെ മലക്കുകളെയും ഒരു സംഘത്തെ കൊണ്ട് കൊണ്ടുവന്നുകൂടെ? എന്തൊക്കെയാണ് അവർ ചോദിക്കുന്നത്? ഒന്നുകിൽ ഇദ്ദേഹത്തിന് വലിയ ഈത്തപ്പഴത്തോട്ടം മുന്തിരി ഉണ്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു അരുവി സൃഷ്ടിച്ചുകൂടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആകാശത്തിന്റെ കഷ്ടം കൊണ്ടുവന്നുകൂടെ, അള്ളാഹുവിനെയും മലക്കുകളെ മൊത്തത്തിൽ കൊണ്ടുവന്നുകൂടെ, ഇദ്ദേഹത്തിന് ആകാശത്തേക്ക് കയറിപ്പോയ ഒരു ഗർത്തം കൊണ്ടുവന്നുകൂടെ, ഇദ്ദേഹത്തിനൊരു മരനകത്തിന്റെ ഒരു വീടുണ്ടാക്കിക്കൂടെ? ഇങ്ങനെ എന്തെങ്കിലും ഒരു മുഅ്ജിസത്ത് കൺമുമ്പിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയൊന്ന് ഇദ്ദേഹത്തിന് കൊണ്ടുവന്നുകൂടെ? പ്രവാചകൻ പറഞ്ഞെന്താ? ഖൽഖുന്തുഇല്ല ബശർ റസൂല, അല്ല സഹോദരന്മാരെ, ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലേ, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? എത്ര വിനയാന്വിതമായിട്ടാണ് പറയുന്നത്. ഖൽഖുന്തുഇല്ല ബശർ റസൂല, ഞാനൊരു മനുഷ്യനായ റസൂലല്ലേ, ഞാനൊരു മനുഷ്യനായ റസൂലല്ലേ. എങ്കിൽ ചോദിക്കുന്നു, എങ്കിൽ ഇതൊക്കെ സമ്മതിച്ചു. അവസാനത്തെ ചോദ്യമാണ്, എങ്കിൽ കോട്ടെ എല്ലാം സമ്മതിച്ചു. ഈ മക്കയിൽ വേറെ യോഗ്യന്മാരുണ്ടായിരുന്നല്ലോ, പ്രഗത്ഭന്മാരായ ആളുകൾ. മിനൽ ഖറിയത്തൈൻ, രണ്ട് പട്ടണം മക്ക, മക്കയിൽ വലീദ്, ഉത്ബ, ഈ രണ്ടുപേരെ ആയിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. വലിയ അവിടുത്തെ വലിയ ഗോത്രത്തലവനാണ് ഉത്ബ.
വലിയ ഗോത്രത്തലവനാണ്. അവരെ ആരെങ്കിലും വെച്ചുകൂടായിരുന്നോ? തായിഫ്, അവിടെ ചെന്നാൽ അമ്രുണ്ട്, കിനാനിയുണ്ട്, റുറവയുണ്ട്, അവിടുത്തെ വലിയ ജഗജില്ലികൾ, വലിയ ഭൂസ്വാമിമാർ, അവിടുത്തെ വലിയ ഗോത്രത്തലവന്മാർ, കൊല്ലാനും കൊലയ്ക്കും അധികാരമുള്ളവർ മക്കയിലുമുണ്ട്, തായിഫിലുമുണ്ട്. അങ്ങനെ ഒരാളെ വെച്ചുകൂടായിരുന്നു? അവസാനത്തെ ചോദ്യമാണ്, ഈ ദരിദ്രബാലനെ ആട്ടിടയിലായി ഈ ദരിദ്രബാലനെ കൊണ്ടുവന്ന് വെക്കണോ? അപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, വെല്ലിപ്പയില്ലാത്ത ഈ ദരിദ്രബാലനെ കൊണ്ടുവന്ന് വെക്കണോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു റസൂലിനെ പ്രവാചകനായി അയച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകളുടെ വ്യത്യസ്തമായ അവരുടെ ആരോപണങ്ങളും സംശയങ്ങളുമാണ്. ഈ സംശയങ്ങൾ അല്ലാഹു തആല പറഞ്ഞ മറുപടി ഒറ്റ വാക്കിൽ, അഹും യക്സിബൂന റഹ്മത റബ്ബിക്. നിങ്ങൾ എന്താ അവസാനം അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ചാട്ടവാറെടുത്തത്? അഹും യക്സിബൂന റഹ്മത റബ്ബിക്. നിങ്ങളാണോ അല്ലാഹുവിന്റെ കാരുണ്യത്തെ വീതിക്കുന്നത്? ഇത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അത് വീതിക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? അഹും യക്സിബൂന റഹ്മത റബ്ബിക്. അവരാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തെ വീതിക്കുന്നത്. നഹ്നു ഖസബ്നാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ വറഫഅനാ ബഅദഹും ഫൗക ബഅദ് ദറജാത്ത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നഹ്നു ഖസബ്നാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ഈ ലോകത്ത് ജീവിതത്തിന്റെ മഈശത്തിൽ വിഭവങ്ങൾ ആർക്ക് കൂട്ടിത്തരണം, കുറച്ചു തരണമെന്ന് ഞാൻ തീരുമാനിക്കും. അതേപോലെ തന്നെ ആരെ പ്രവാചകത്വത്തിലേക്ക് ഉയർത്തണം എന്നും ഞാൻ തീരുമാനിക്കും. ഒന്ന് ഭൗതികമായ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, മറ്റൊന്ന് ആത്മീയമായ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഇത് രണ്ടും ഞാനാണ് വീതിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു പണം പോലും ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ഭക്ഷണം പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ റസൂലായി വരണമെന്ന് വിചാരിച്ചാൽ അഹും യക്സിമൂന റഹ്മത റബ്ബിക് നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ വറഫഅനാ ബഅദഹും ഫൗക ബഅദിൻ ദറജാത്ത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണിത്. ആ കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കുന്നത്. ആ കാഴ്ചപ്പാടിൽ വന്ന അവസാനത്തെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച സൂചിപ്പിക്കാം. അപ്പൊ നമ്മൾ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഹ്ദുഅ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.